ജനുവരിയിൽ ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൗസിൽ തിരികെ എത്തുമ്പോൾ ലോകരാജ്യങ്ങൾക്കിടയിൽ നിർണായകമായ ചില സംഭവ വികാസങ്ങൾ കൂടി അരങ്ങേറും. ഔദ്യോഗികമായി പദവിയിലെത്തുന്നതിന് മുമ്പ് തന്നെ ട്രംപ് എടുത്ത തീരുമാനങ്ങൾ ലോകരാജ്യങ്ങളെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. രണ്ടാം ടേമിലേക്ക് കടക്കുമ്പോൾ ട്രംപ് എടുക്കാൻ പോകുന്ന തീരുമാനങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്നാണ് ലോകം കാത്തിരിക്കുന്നത്. അധികാരം ഏറ്റെടുത്ത ഉടനെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന കുടിയേറ്റ പരിഷ്കരണമാണ് അവയിലൊന്ന്. ചരിത്രത്തിലെ ഏറ്റവും വലിയ അനധികൃത കുടിയേറ്റക്കാരുടെ നാടുകടത്തലിനാണ് അമേരിക്ക ഇനി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഏകദേശം 18,000 ഇന്ത്യക്കാരും നാടുകടത്തലിന്റെ ഭീഷണിയിലാണ്. ട്രംപിന്റെ മുൻ മെക്സിക്കോ നയം പുനരുജ്ജീവിപ്പിക്കാനുള്ള തീരുമാനത്തിലാണിവർ. ഇത് പ്രകാരം അഭയാർത്ഥികൾക്ക് രാജ്യത്തേക്ക് കടക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നത് വരെ മെക്സിക്കോയിൽ തന്നെ തങ്ങേണ്ടി വരും. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ ചിലപ്പോൾ മാസങ്ങൾ തന്നെ എടുക്കും. നിരവധി അക്രമങ്ങളും തട്ടിക്കൊണ്ടുപോകലും മറ്റ് ദുരുപയോഗങ്ങളും നേരിട്ട മെക്സിക്കോയിലെ കുടിയേറ്റക്കാരുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ ചൂണ്ടിക്കാട്ടി മനുഷ്യാവകാശ സംഘടനകൾ ട്രംപിന്റെ നയത്തെ വിമർശിക്കുകയാണ്. 2019 ട്രംപ് ഭരണകൂടം കൊണ്ടുവന്ന ആ നിയമം 2021 ബൈഡൻ റദ്ദ് ചെയ്തിരുന്നു. എന്നാൽ ടെക്സസിലെ ഒരു ഫെഡറൽ ജഡ്ജി 2021 ഓഗസ്റ്റിൽ ഇത് പുനഃസ്ഥാപിക്കാൻ ഉത്തരവിട്ടു. കുടിയേറ്റത്തിലെ മെക്സിക്കോ നയം അഭയാർത്ഥികൾക്ക് ശരിയായ നടപടിക്രമങ്ങളിലൂടെ രാജ്യത്ത് പ്രവേശിക്കുന്നതിനുള്ള അവസരം കൂടിയാണ് നിഷേധിക്കുന്നത്. അനധികൃത കുടിയേറ്റം തടയുന്നതിന് പുറമെ ജന്മം കൊണ്ട് പൗരത്വം നൽകുന്ന നിയമവും റദ്ദ് ചെയ്യാനുള്ള തീരുമാനത്തിലാണ് ട്രംപ്.